ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മളുടെ ബോണസ് ഇഷ്യൂവിലെ അവസാന വീഡിയോസിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ സ്റ്റഡി ചെയ്ത സി എ ഫൗണ്ടേഷൻ സ്റ്റഡി ചെയ്ത എല്ലാ ഇല്ലുസ്ട്രേഷൻസും ചെയ്തിട്ടുണ്ട്. നമ്മൾ സി എം എ ഇന്ററിലെ ക്വസ്റ്റൻസും ചെയ്തിട്ടുണ്ട്. ഇന്റർ നമ്മൾ ഇനി ചെയ്യാനുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ നമ്പർ 26 ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻ ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഒരു ഡിലേ ഇല്ലാതെ നേരെ ക്വസ്റ്റനിലേക്ക് പോവാം. സോ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ്സ് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. പല കൂടുതലും കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ക്ലാസ് റൂംസിൽ. ഒരു കാരണവശാലും ഈ ക്വസ്റ്റൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയാം. ഈവൻ ഈ ഇല്ലുസ്ട്രേഷൻസിലേക്ക് ഒരുപാട് പോയിന്റ്സുകൾ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് വൈ നമ്മൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലുസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആസ്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് കോൺസെപ്റ്റ്സുകൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. സോ ഫോർ ഫീച്ചറിന്റെ റീഇഷ്യൂവിന്റെ ക്യാപിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ആസ് വെൽ ആസ് നമ്മളുടെ ബോണസ് ഇഷ്യൂവിന്റെ അതിന്റെ ബോണസ് ഇഷ്യൂവിന് നമ്മളുടെ എന്താ പറയാ ഫുള്ളി പെയ്ഡപ്പിനെ അതുപോലെ തന്നെ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നതിന്റെ ലൈക്ക് ഡിവിഡൻഡ് ഇഷ്യൂവിന്റെ അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്താണ് അനൗൺസ് ചെയ്തത് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നതാണ് റൈറ്റ് ഇഷ്യൂ. അപ്പൊ എല്ലാതും കൂടി വരുന്ന ഒരു കോംബോ ഇല്ലുസ്ട്രേഷൻ ആണ്. ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഈ ക്വസ്റ്റൻ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ കുറച്ച് കണ്ടന്റ് ഉള്ള ക്രീമുള്ള ക്വസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഈസി ക്വസ്റ്റൻസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കിട്ടില്ല ക്വസ്റ്റൻ ആണ്, നിർബന്ധമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ തരാം. സോ ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഇത് എങ്ങനെ ചെയ്യാന്ന് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് കവറേജിലേക്ക് തന്നെ വരും. സോ ലെറ്റ്സ് ഡയറക്ട്ലി മൂവ് ടു ദി പ്രോബ്ലം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലസ്ട്രേഷൻ നമ്പർ 26 ഫ്രം CMA ഇന്റർ ഗ്രൂപ്പ് 2 സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോവിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് RR കമ്പനി ലിമിറ്റഡ്, RR കമ്പനി ലിമിറ്റഡ് 31 ഡിസംബർ 2021. സോ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഫുൾ ഫ്ലഡ്ജ് ബാലൻസ് ഷീറ്റ് തന്നെ വേണമെങ്കിൽ പറയാം. സോ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ടോട്ടലൊക്കെ ഇതിൻ്റെ 61,50,000 ടോട്ടലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എവരിബഡി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു. ലയബിലിറ്റി സൈഡിൽ ഒരു നമുക്ക് സാധാരണ നമ്മുടെ ടി ഫോർമാറ്റ് ഷേപ്പിലല്ല തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പ്രീവിയസ് വീഡിയോസിലൊക്കെ. സോ എനിവേ ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് 2,25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഫുള്ളി കോൾഡ് അപ്പ് ആണ്. നമ്മൾ ഫുള്ളും വിളിച്ചിട്ടുണ്ട്, ഫുള്ള് കോളും ചെയ്തിട്ടുണ്ട്. 22,50,000 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. പക്ഷെ അതിൽ തന്നെ കോൾ സിനാരിയർ ഉണ്ട്. അപ്പോൾ 25,000 ഷെയറിന് ഫൈനൽ കോൾ ആയിട്ടുള്ള ₹2 കിട്ടിയിട്ടില്ല. അങ്ങനെ 25,000 ഇൻറ്റു 2 പറയും മക്കളെ 50,000 രൂപ നമുക്ക് പറയും മക്കളെ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അത് ശരിക്കും ജസ്റ്റ് മൈനസ് ആണ് ഇവിടെ വരിക കേട്ടോ. അത് ഇവിടെ മൈനസ് ആയിട്ടാണ് വരിക. 22,50,000 ക്യാപിറ്റൽ ഫിഗർ ആണെങ്കിൽ അതിൽ നിന്നും ലെസ് കോൾ സിനറി 25,000 ടു എത്ര മക്കളെ 50 മൈനസ് ആണ് വരിക. പിന്നെ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ ഒരു 22,000 അല്ലെങ്കിൽ 2,25,000 ₹10 ഫുള്ളി കോൾഡ് അപ്പ് ഷെയറിൽ 25,000 ഷെയർ മാത്രമാണ് ₹2 തരാത്തത്. അപ്പൊ ബാക്കിയുള്ളതും ഫുള്ളി കോൾഡ് അപ്പ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. ഈ ഷെയർ ഫുള്ളി കോൾഡ് അപ്പ് ആണ്, പക്ഷെ ആ ഒരു ₹2 ഫൈനൽ കോളിന്റെ പൈസ മാത്രമേ കിട്ടിയിട്ടില്ല. ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല. ആ ഒരു 25,000 ഷെയർ മാത്രം ഔട്ട് ഓഫ് 2,25,000 ഷെയറിൽ 2,20,000 അല്ലെങ്കിൽ 2 lakh ഷെയർസും എന്താണ്, ഫുള്ളി കോൾഡ് അപ്പ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് ആണ്. 25,000 ഷെയറോ ഫുള്ളി കോൾഡ് അപ്പ് ആണ് സാറേ, പക്ഷേ ഫുള്ളി പെയ്ഡ് അപ്പ് അല്ലാതെ അവരെ പ്രോബ്ലം കൊണ്ടാണ് അയർ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു ക്ലാസ് ഓഫ് ഷെയർ അല്ലാതെ തന്നെ വേറെയും ഷെയർസ് ഉണ്ട്. നമ്മളെ കമ്പനി 1,00,000 ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വേറെ ഇക്വിറ്റി ഷെയർസ് ആണ്. ₹10 അതിന്റെ ഫേസ് വാല്യൂ. അതിൽ ₹4 വരെ പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഫുള്ളി കോൾഡ് അപ്പും ഫുള്ളി പെയ്ഡ് അപ്പും അല്ല. കാരണം ₹4 വരെ കോൾ ചെയ്ത് ₹4 വരെ പേ ചെയ്തിട്ടുള്ളൂ. ഇനി കോൾ വിളിച്ചാൽ അവന്മാർ എന്തെന്നോളും, പൈസ തന്നോളും. പിന്നെ നമുക്ക് കുറേ അക്കൗണ്ട് ബാലൻസുകൾ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് P&L അക്കൗണ്ട് ബാലൻസ് ഉണ്ട്. സോ വെൻ കംസ് ടു P&L അക്കൗണ്ട് യു ഹാവ് 12,50,000 P&L അക്കൗണ്ടിൽ ബാലൻസ് എടുക്കുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്സ് ഉണ്ട്. ഇതൊരു എന്താ പറയുക മക്കളെ, ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ പ്രോഫിറ്റ്സ് ആണ്. നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊക്കെ പറ്റും. 1 lakh ഉണ്ട്. പിന്നെ നമുക്ക് ജനറൽ റിസർവ് ഉണ്ട്. അതേപോലെ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ഉണ്ട്. സോ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്.
അത് ഉപയോഗിക്കാൻ പറ്റൂല. ഇനി എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞുതരും ഇത്ര പോർഷൻ യൂസ് ചെയ്യാന്നൊക്കെ. പിന്നെ യു ഹാവ് എപ്പോഴും പറഞ്ഞ പോലെ ക്യാപിറ്റൽ റിസർവ് ആണ്. ഇത് നമുക്കൊരു ക്ലാരിറ്റി വേണം. ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണോ അതോ റിയലൈസ്ഡ് ഇൻ ക്യാഷ് അല്ല, അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ വേണം. നമുക്ക് അതിലേക്ക് എന്ത് പറയും മക്കളെ, തിരിച്ച് വരാവുന്നതേ ഉള്ളൂ, പ്രോബ്ലം ഇല്ല, കംഫർട്ടബിൾ ആണല്ലോ. അടുത്തൊരു പോയിന്റ് വന്നിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ്. സോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് 2,50,000 റുപ്പീസ് ആണ്. സോ ഇത് ഓൾസോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർവ്സ് തന്നെയാണ്. സോ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കറണ്ട് ലയബിലിറ്റി നമുക്ക് ആവശ്യമില്ല. പിന്നെ നോൺ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഹാവ് പ്ലെൻറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ്, റൈറ്റ്? ഓക്കെ. സോ എ ടു ജി 1 2 3 4 5 6 7 ഏകദേശം അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. വായിച്ചു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി took the following decisions. The first point വന്നിട്ട് to forfeit the shares on which final call to each is due. ഈ 2 രൂപ ഫൈനൽ കോൾ തരാത്ത ഈ ഷെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നു പറയും മക്കളെ, ഫോർഫീറ്റ് ചെയ്യാണ്. സോ ഞാൻ വേറെ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നേരെ ഫോർഫീച്ചറിന്റെ എൻട്രിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ എ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് 25,000 ഷെയർ 2 രൂപ തരാത്തതുണ്ട്. ആ 2 രൂപ തരാത്തതിന്റെ പേരിൽ ആ 2 രൂപന്റെ ഷെയർ ഞാൻ എന്ത് ചെയ്യുന്നു പറയും മക്കളെ, ഫോർഫീറ്റ് ചെയ്യണ്. സോ ഞാൻ ഫോർഫീച്ചറിന്റെ എൻട്രിയാണ് ഞാൻ ആദ്യം എഴുതേണ്ടത്. മനസ്സിലാക്കാം. ഫോർഫീച്ചറിന് നമ്മുടെ വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ഓൺലൈൻ കോഴ്സ് വാങ്ങിയ ആൾക്കാർക്ക് അറിയാം, നമ്മുടെ ക്ലാസ് റൂമിൽ കേട്ടവർക്ക് അറിയാം. ഓക്കെ, ഒറ്റ കാര്യം ക്ലിയർ ആണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ റിതം പഠിപ്പിച്ചിട്ടുണ്ട്. ഫോർഫീച്ചർ ചെയ്യുമ്പോഴുള്ള റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് അത് ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. കിട്ടിയ പൈസ, കിട്ടാത്ത പൈസ, കിട്ടിയ പൈസ ക്രെഡിറ്റ് ടു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്, കിട്ടാത്ത പൈസ ക്രെഡിറ്റ് ടു കോൾസിനറി അക്കൗണ്ട്. സോ നമുക്ക് ആ എൻട്രി ഓട്ടോമാറ്റിക് മൈൻഡിലുണ്ട്, നമുക്ക് നേരെ ഇത് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. സോ നമ്മൾ നേരെ ജേർണൽ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ എൻട്രി എഴുതി പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻട്രി ചെയ്തേന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നല്ല പേഷ്യൻസിൽ കേട്ടോ, നല്ല വൃത്തിയിൽ ചെയ്താലുള്ള പേഷ്യൻസ് ഒന്നും ഇല്ല. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് മനസ്സിലായ മതി കാര്യങ്ങൾ, ഞാനും അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് നമ്മൾ എത്ര ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്യുന്നത് പറയും മക്കളെ, 25,000 ഷെയർ. എത്ര അതിൻ്റെ ഫേസ് വാല്യൂ 10 റുപ്പീസ്. ദ എമൗണ്ട് വിൽ ബി പറയും മക്കളെ 2,50,000 റുപ്പീസ്. ഓക്കെ അല്ലേടാ. ടു കിട്ടിയ പൈസ നമ്മൾ എവിടെ ക്രെഡിറ്റ് ചെയ്യുക, ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എത്ര പൈസയാണ് കിട്ടിയത്, ക്ലിയർ ആണ്. 25,000 ഷെയർ ആണ്, 2 രൂപയിലേ കിട്ടാത്തത്. അപ്പോൾ എത്ര പൈസ കിട്ടി, 8. സോ നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാം പറയും മക്കളെ, 25,000 into 8 പറയും മക്കളെ, ഇറ്റ്സ് ഈസി. സോ ടേക്ക് ദ കാൽക്കുലേറ്റർ, പുട്ട് ദ നമ്പർ എവറിബഡി. 25,000 into 8 is equal to നമുക്ക് ഇത്ര രൂപ കിട്ടി പറയും മക്കളെ, 2 lakh റുപ്പീസ് കിട്ടിയിട്ടുണ്ട്. ദ സെയിം ടൈം നമുക്ക് എത്ര പൈസ കിട്ടിയിട്ടില്ല, അത് നമ്മൾ ഏറെ എവിടെ ക്രെഡിറ്റ് ചെയ്യാം, ഷെയർ കോൾസിൻ അരിയർ അക്കൗണ്ട്. കോൾസിൻ അരിയർ അക്കൗണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര പറയും മക്കളെ, 25,000 into 2 is equal to 50,000. I hope you clearly understood point number A. കംഫർട്ടബിൾ ആണല്ലോടാ. ദാറ്റ്സ് ഹൗ വി ഡു പോയിന്റ് നമ്പർ 1. സോ നമ്മുടെ ക്ലാസ് മുമ്പ് നമ്മുടെ റിതംസ് ഒക്കെ കേട്ട ആൾക്കാർക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ പോയിന്റ്സിൽ ഒരു പ്രോബ്ലം പോലും ഉണ്ടാവില്ല. ദാറ്റ്സ് മൈ കോൺഫിഡൻസ് ആക്ച്വലി. ക്ലിയർ, ഫൈൻ. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, പോയിന്റ് നമ്പർ ബി അല്ലെങ്കിൽ പോയിന്റ് നമ്പർ 2 ഒന്ന് വായിച്ചേക്കാം. ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ അറ്റ് എങ്ങനെ പറയും മക്കളെ, 1 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഫോർ എവറി 2 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. എന്താ രസം, അതിലൊക്കെ ശ്രദ്ധ വേണം. ഇപ്പൊ നമ്മളിപ്പോൾ 2,25,000 ഷെയർ ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ 1,00,000 ഷെയർ ഉണ്ട്. ഇതിൽ 25,000 നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ 2 lakh ഷെയറും ഉണ്ട്, ഇവിടെ 1 lakh ഷെയറും ഉണ്ട്. അപ്പോൾ ഒരു ഷെയർ, 2 ഷെയറിൽ ആൾക്ക് ഒരു ഷെയർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ടു ഇഷ്യൂ എന്ത് പറയും മക്കളെ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 1 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഫോർ എവറി 2 വായിക്കും മക്കളെ, എവറി 2 പറയടാ, 2 ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ടു എവറി പറയും മക്കളെ, 2 ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർ. ഓരോ 2 ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയറുള്ള ആളുകൾക്ക് ഒരു ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഷെയർ ഹോൾഡേഴ്സും നമ്മളിവിടെ എന്ത് കൊടുക്കുന്നില്ല, ഷെയർസ് കൊടുക്കുന്നില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ 2,25,000 ഉണ്ടായിരുന്നു, 25,000 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. ബാക്കി 2 lakh ഷെയർസ് ഉണ്ടായിരുന്നു, പിന്നെ 1 lakh ഷെയർ ഉണ്ട്, അപ്പോൾ 3 lakh ഷെയർ ഉണ്ട്. അങ്ങനെയല്ല, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. സോ ഫുള്ളി പെയ്ഡ് ഷെയർ എത്രയേ ഉള്ളൂ, ഈ 1 lakh ഫുള്ളി പെയ്ഡ് ആണോടാ, ഈ 1 lakh ഫുള്ളി പെയ്ഡ് ആണ് അല്ല, ആ 2,25,000 2 lakh, ബിക്കോസ് അതും നമ്മൾ എന്ത് ചെയ്തിട്ട് പറയും മക്കളെ, ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ, ഓക്കെ. അപ്പോൾ അവർക്ക് നമ്മൾ 2 ഷെയറിൽ ആൾക്ക് ഒരു ഷെയർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അത് ഡീൽ ചെയ്യാം.
അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എത്രയാണ് നമ്പർ ഓഫ് ബോണസ് ഷെയർ എന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെ കാണുക, 2 lakh ഡിവൈഡഡ് ബൈ 2 ഷെയർ ഉള്ള ആൾക്കാർക്ക് 1 ഷെയർ ഇസ് ഈക്വൽ ടു എത്ര ഷെയർ, 1,00,000 ഷെയർ. ഒരു ഷെയറിന്റെ വില എന്താ, 10 രൂപ. അപ്പോൾ 1,00,000 ഷെയർ ഫ്രീ കൊടുക്കണമെങ്കിൽ എത്ര പൈസ വേണം പറയും മക്കളെ, 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ മക്കളെ നമ്മൾ എവിടുന്ന് എടുക്കുക, റിസർവ്സ് എടുക്കും. യു ഹാവ് പ്ലെന്റി ഓഫ് റിസർവ്, പ്ലെന്റി ഓഫ് റിസർവ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റിസർവ് എടുക്കാൻ പറ്റും. കംഫർട്ടബിൾ ആണല്ലോ, കംഫർട്ടബിൾ ആണല്ലോ. സോ റിസർവ്സ് എടുക്കുന്ന സമയത്ത് ഇവിടെ താഴെ 2-3 നോട്ട് ഉണ്ട്, ഞാൻ അതുകൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് വരാം. കാരണം മറ്റേ ഞാൻ ഈ പോയിന്റ് നമ്പർ 1 2 3 4 ഓർഡറിലല്ലേ നമ്മൾ ചെയ്തത്, അപ്പോൾ ഈ പോയിന്റ്സ് നമുക്ക് വിട്ടു പോകാൻ പറ്റില്ല. ഇവിടെ ടു യൂസ് മിനിമം ബാലൻസ് ഓഫ് ഫ്രീ റിസർവ് എന്ന് പറയുന്നുണ്ട്. ചോറും കറിയും മിനിമം കഴിച്ചാൽ മതി, ഞാൻ പറഞ്ഞ പോലെ അത് മിനിമം എടുത്താൽ മതി. ഓൾ ക്യാപിറ്റൽ റിസർവ് റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണ്. സോ ധൈര്യമായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ റിസർവ് എടുത്തോളൂ, അത് ഫുള്ളും റിയലൈസ്ഡ് ഇൻ ക്യാഷ് ആണ്. ഹാപ്പിയാണ്. പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ അറിയാം അതിന്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത്. 1/5 ഓഫ് ദ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ഈസ് ഫ്രീ. അപ്പോൾ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു. സോ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് നമുക്ക് യൂസ് ചെയ്യാൻ ആക്ച്വലി പറ്റത്തില്ല, പക്ഷെ അതിന്റെ 1/5 ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ഇതാണ്, 2,50,000 ആണ്. ഈ 2,50,000ന്റെ 1/5 യൂസ് ചെയ്യുക. അപ്പോൾ 2,50,000 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര എമൗണ്ട് യൂസ് ചെയ്യുക, 50,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, യൂസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അവിടെ 50 യൂസ് ചെയ്യുക. വേറെ പോയിന്റ്സ് ഒന്നുമില്ല, നമുക്ക് നേരെ ടോപ്പിക്സിലേക്ക് എന്ത് ചെയ്യാം, മടങ്ങി വരാം. സോ ഇത്ര മാത്രമേ ഉള്ളൂ. പാസ് ജാലണ്ടറി ആൻഡ് ബ്ലാ 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 ഒന്ന് സെറ്റ് ആക്കാം. നമുക്ക് എത്ര പൈസയാണ് വേണ്ടത് പറയും മക്കളെ, 10,00,000 ആണ്. സോ നമുക്കൊരു കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് എൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ എടുക്കുക, കൂടെ ചെയ്യുക. പിന്നെ പി ആൻഡ് എൽ അക്കൗണ്ട് ഏറ്റവും അവസാനം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക, അവിടെ സ്റ്റഡി ഇമേജിൽ സൊല്യൂഷൻ കൊടുത്ത് അതേപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഏത് റിസർവ്സ് എടുത്താലും ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ഒരു ഓർഡർ ഉണ്ട്, ഇതാണ് മെക്ഡൊണാൾഡ്സ്, KFC, ചിക്കിങ് എന്നുള്ള ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. സോ അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് CRR ആണ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത്, ഇവിടെ റെഡ്നെസ്സിൽ മാർക്ക് ചെയ്യുക, റെഡ്നെസ്സിൽ മാർക്ക് ചെയ്യാം. ഞാൻ ഫസ്റ്റ് CRR അങ്ങോട്ട് ഫുള്ള് എടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് CRR അവൈലബിൾ ആവുന്നത് 4,00,000 രൂപയാണ്. സോ നമുക്ക് 10,00,000 ആണ് വേണ്ടത്. സോ ഞാൻ 10 lakhs ആദ്യം കാൽക്കുലേറ്റർ എടുക്കുകയാണ്. ഓക്കെ, നേരെ നേരെ എന്ത് ചെയ്യുന്നത് പറയും മക്കളെ, 4,00,000 മൈനസ് ചെയ്യണേ. സോ ഞാൻ CRR ഫുള്ള് ഉപയോഗിക്കണമെങ്കിൽ 6,00,000 രൂപ വേണം. ഇനി ഈ 6,00,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയാണ്. ഞാൻ വീണ്ടും റെഡ്നെസ്സിൽ ഇവിടെ മാർക്ക് ചെയ്യണേ, 2,50,000 മാർക്ക് ചെയ്യണേ. സോ ഞാൻ ഇവിടെ ഫുൾ എടുക്കണേ 2,50,000. സോ ഇനി ഒരു 3,50,000 രൂപയാണ് ഇനി ആവശ്യമുള്ളത്. സോ നമ്മൾ ക്യാപിറ്റൽ റിസർവ് ഫുള്ളും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അത് ഫുള്ള് റിയലൈസിങ് ക്യാഷ് ആണ്. ഒരു 1,50,000 കിട്ടും. സോ ഞാൻ ഒരു 1,50,000 രൂപ അവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് ഇനി ആവശ്യമുള്ളത് 2,00,000 രൂപയാണ്. 2,00,000 രൂപയിൽ ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ്സ് ഉണ്ട്, അത് 2,50,000 ഫുൾ ഉപയോഗിക്കാൻ പറ്റില്ല, 50,000 യൂസ് ചെയ്യാം. ഞാൻ അത്രയും പോർഷൻ മാത്രം റെഡ്നെസ്സിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ 50,000. ഇനി നമുക്ക് 1,50,000 രൂപയാണ് വേണ്ടത്. ഞാൻ ആ 1,50,000 രൂപ ജനറൽ റിസർവ് നിന്ന് യൂസ് ചെയ്യാണ്. സോ ജനറൽ റിസർവിൽ നമുക്ക് 1,50,000 രൂപ ഉണ്ട്, അത് അങ്ങനെ യൂസ് ചെയ്യാം. സോ 1,50,000 രൂപ ജനറൽ ചെയ്യുന്നത് ഇറ്റ് ബിക്കം പറയും മക്കളെ 0. ഹോപ്പ് യു ക്ലിയർ സാർ എവരിബഡി. സോ ഇതൊക്കെ കുറയുന്നതിൻ്റെ എൻട്രി ചെയ്തേണ്ട, ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് ബ്ലാ 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 പ്രീവിയസ് വീഡിയോസ്. കംഫർട്ടബിൾ അല്ലേ, ഫൈൻ, എന്നാൽ ചെയ്യാം ഒരുമിച്ച് തന്നെ ചെയ്യാം. ബി അതിൻ്റെ കൂടെ ചെയ്യണം കേട്ടോ, അതിൻ്റെ കൂടെ ചെയ്യണം, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക. ബി എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ്, ഐ ഡോണ്ട് റിമെമ്പർ, 4 lakh. Securities premium account debt, it is 2,50,000. Capital reserve account debt, it is 1,50,000. പിന്നെ ഡെവലപ്മെന്റ് എന്താണത്, അതിൻ്റെ പേരെന്താ, ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് DRR ഒന്ന് എഴുതിക്കുന്നത്, ഇതൊന്നും ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ സാധനം ഷോർട്ട് ചെയ്ത് ഫുൾ ഫോം തന്നെ എഴുതണം. അങ്ങനെ എഴുതാൻ പാടില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാം മടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെ എഴുതി പോവാം. കാരണം കോൺസെപ്റ്റ് ഓക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രോബ്ലം വിഷയമുള്ള കാര്യം എന്തെങ്കിലും എഴുതി പോവാം. ഓക്കെ, സോ ഈ 2,50,000 into 1/5 വിച്ച് ഇസ് ഈക്വൽ ടു 50,000 മനസ്സിലായിട്ടുണ്ടോ? കാരണം ക്വസ്റ്റിന് താഴെ പറയുന്നുണ്ട് 1/5 എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് 2,50,000ന്റെ 1/5 ആണ് എടുക്കുക. ഇനി നമുക്ക് ജനറൽ റിസർവ് ഉണ്ട്, അതിനൊരു 1,50,000 എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് 1,50,000. 4 lakh, 6 lakh 50, 8 lakh, 8 lakh 50, 10 lakh. Okay. 2 bonus to shareholders account. എത്ര എമൗണ്ട്, 10,00,000. അടുത്തത് ഇതിൽ ഒരു എൻട്രി കൂടി വേണം, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്ത് മക്കളെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര തന്നെ, 10 lakh. That's how we do point number B. I hope you clearly understood point number B. Let's move to C.
ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ്. നമുക്ക് നേരെ പോയിന്റ് നമ്പർ സിയിലേക്ക് പോകാം. സോ എ ചെയ്തു, ബി ചെയ്തു, സി. To pay bonus to the partly paid up shares at an equivalent rate as in B above without collecting any from the related shareholders. സോ ഹിയർ നമ്മൾ പേ ചെയ്യണ ബോണസ് ഇതെങ്ങനെ പേ ചെയ്യുന്ന അറിയോ? ടു ദ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന്. ഇതെങ്ങനെ പേ ചെയ്യണേ? ടു അൻ ഈക്വലവൻ റേറ്റ്. അടാ ഈക്വലൻ റേറ്റ് തന്നെ എന്താടാ? മറ്റൊരുക്ക് നമ്മൾ ആസ് ഇൻ ബി എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നമ്മൾ എങ്ങനെ ചെയ്ത് 2 ഷെയർ ഉള്ളവർക്ക് 1 ഷെയർ, 20 ലക്ഷം ഷെയർ ക്യാപിറ്റലിന് 10 ലക്ഷം. അല്ലേ അല്ലേ അല്ലേ? ഈ 22,50,000 നമ്മൾ 2.5 ലക്ഷം കട്ട് ചെയ്ത് ബാക്കി 20 ലക്ഷം. 20 ലക്ഷത്തിന് പകുതി 10 ലക്ഷം. അതല്ലേ ഇപ്പൊ ബോണസ് ഷെയറിന് എൻട്രി നമ്മൾ എഴുതിയത് 10 ലക്ഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേ പ്രപ്പോർഷനിൽ ഫുള്ളി പെയ്ഡ് ഷെയർ ആസ് ടു ഫുള്ളി പെയ്ഡ്, ഓക്കെ, വിത്തൗട്ട് കളക്ടിങ് എനി എമൗണ്ട് ഫ്രം റിലേറ്റഡ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് അവരുടെ ഫുള്ള് ഷെയർ നമ്മൾ എന്ത് ചെയ്യാം? ഫുള്ളി പെയ്ഡ് ആക്കി കൊടുക്കുന്നൊന്നുമില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 1 ലക്ഷം ഷെയർസ് ആണുള്ളത്. അതിൽ 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ, 4 രൂപയാണ് തന്നിട്ടുള്ളത്. അവർക്ക് നമ്മൾ ഇനി 6 രൂപയാണ് തരാനുള്ള. 6 രൂപ ഒന്നാകെ ഫുള്ളി പെയ്ഡ് ആക്കാൻ പറ്റില്ല. മറ്റവർക്ക് നമ്മൾ എങ്ങനെ കൊടുത്ത് അങ്ങനെ കൊടുക്കാം. മറ്റവർക്ക് നമ്മൾ എങ്ങനെ കൊടുത്തത്? അവര് തന്നതിന്റെ പകുതി അല്ലേ കൊടുത്തത്? എന്താ സാർ അങ്ങനെ പറഞ്ഞ്? അല്ലേ, 2,25,000 ഷെയറിൽ 25,000 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. ബാക്കി 2 ലക്ഷം ഷെയറിന് പകുതി ഷെയർ ഫ്രീ ആയിട്ട് കൊടുത്ത് 1 ലക്ഷം ഷെയർ ഫ്രീ ആയിട്ട് കൊടുത്തു. 1 ലക്ഷം ഇൻറ്റു 10 ഈക്വൽ ടു 10 ലക്ഷം. അവർ തന്നത് 20 ലക്ഷം, നമ്മൾ കൊടുത്തത് 10 ലക്ഷം. ആ ഒരു പ്രപ്പോർഷനിൽ വേണം ഇവർക്ക് കൊടുക്കാൻ. ഇവർ 1 ലക്ഷത്തിൽ 10 രൂപയിൽ 4 രൂപയാണ് ആകെ തന്നത്. അതായത് ഇവർ തന്നത് 4 ലക്ഷം, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് 2 ലക്ഷം. ദാറ്റ്സ് ഹൗ യു അണ്ടർസ്റ്റുഡ്. അവർ തന്നത് 4 രൂപ, അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് 2 രൂപ. അപ്പൊ ആ 2 രൂപന്റെ കോള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാതെ ഫുൾ 6 രൂപയും നമ്മൾ കൊടുക്കൂല. അപ്പൊ നമ്മൾ ഇവരും ഫെയർ ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യുക. ഇതിപ്പോ രണ്ടുപേരും ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് 10 ലക്ഷം തന്നവർക്ക്, സോറി 20 ലക്ഷം തന്നവർക്ക് 10 ലക്ഷം കൊടുത്ത്, 4 ലക്ഷം തന്നവർക്ക് 2 ലക്ഷം കൊടുക്കും. സോ ദാറ്റ്സ് ഹൗ വി അപ്ലൈ എന്ന് പറയും മക്കളെ ബോണസ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അതിന്റെ ജേർണൽ എൻട്രിയിലേക്ക് വരാം. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്തപ്പോൾ നമ്മളിതാ ഇവിടെ ഒന്നും കൂടി കണ്ടാൽ മതി, വീഡിയോ പ്രോബ്ലം ഒന്നുമില്ല. ജനറൽ റിസർവ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ബാലൻസ് ഇല്ല. ഞാൻ ആകെ നമുക്ക് ഈ 2 അക്കൗണ്ടിൽ മാത്രമാണ് ബാലൻസ് ഉള്ളത്. എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ മക്കളെ? ഇവിടെ നിന്ന് മാത്രം എടുക്കാൻ പറ്റുക. പി ആൻഡിൽ നിന്നും ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്സ് എന്നാണ് എടുക്കാൻ പറ്റുക. സോ അപ്പോഴും നമ്മൾ ചോറും കറി ലാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞ പോലെ നമുക്ക് പി ആൻഡിൽ ലാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക. സോ നമുക്ക് 2 ലക്ഷം രൂപയാണ് ആകെ വേണ്ടത്. അത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. കാരണം 10 ലക്ഷം 20 ലക്ഷം തന്നവർക്ക് 10 ലക്ഷം കൊടുത്ത്, അപ്പോൾ 4 ലക്ഷം തന്നവർക്ക് 2 ലക്ഷം കൊടുക്കും. അപ്പോൾ ആ 2 ലക്ഷം രൂപക്കുള്ളത് എന്ത് ചെയ്യും? നമ്മൾ അപ്ലൈ ചെയ്യും. ഇതാണ് ചെയ്യുക. സോ ഞാൻ അതിന്റെ സൊല്യൂഷൻ നോക്കുന്നില്ല. നമ്മൾ നേരെ നമ്മൾ രീതിയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകാൻ നിൽക്കുകയാണ്. സോ നമ്മൾ 2 ലക്ഷം രൂപ അപ്ലൈ ചെയ്യുക. സോ 2 ലക്ഷം രൂപ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ബോണസ് ഡിക്ലെയർ ചെയ്യുന്ന എൻട്രി ചെയ്യണം. സോ നമുക്ക് ജേർണൽ എൻട്രി എഴുതി കൊടുക്കാം. ശ്രദ്ധിക്കാം, നമ്മൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡിവിഡൻഡ് ഈക്വലൈസേഷൻ, എന്താ അതിന്റെ പേര്? ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഫണ്ടാ? എന്താണ്? ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് നിന്ന് 1 ലക്ഷം രൂപ കിട്ടും. നമുക്ക് ആ 1 ലക്ഷം രൂപ ഫുള്ളും യൂസ് ചെയ്യാം. പിന്നെ ബാക്കി 1 ലക്ഷം രൂപ നമുക്ക് എവിടെ എടുക്കാം? പി ആൻഡ് അക്കൗണ്ട് യൂസ് ചെയ്യാം. പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടിന്റെ ഇത്ര ഉപയോഗിക്കാവുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നിട്ടില്ല. സോ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഒക്കെ നിങ്ങൾ ഫുൾ എഴുതണം, എങ്ങനെ എഴുതാൻ പാടില്ല. സോ നമുക്ക് എത്ര എമൗണ്ട് യൂസ് ചെയ്യാൻ പറയും മക്കളെ? 1 ലാക്ക്. അതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റ്, പി ആൻഡ് എൽ അക്കൗണ്ട് നമുക്ക് എത്ര എമൗണ്ട് യൂസ് ചെയ്യാൻ പറയും മക്കളെ? 1 ലാക്ക്. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്ര എമൗണ്ട്? സോറി, 2 ലാക്ക്. കംഫർട്ടബിൾ ആണല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ഇലിസ്ട്രേഷൻ നമ്പർ 5 ചെയ്തതിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ ഇതൊക്കെ സംസാരിച്ചുള്ള സെയിം പരിപാടി തന്നെ ചെയ്യുന്നത്. അതാ പറഞ്ഞ ആ ഒരു നോളജ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. സോ അടുത്തൊരു പരിപാടി ഫൈനൽ കോൾ വിളിക്കുന്നതാണ്. സോ കോൾ അക്കൗണ്ട് ഡെപ്റ്റ്, ദിസ് ഇസ് നോട്ട് കോൾ, ഇത് ഫൈനൽ കോൾ അല്ല, ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റ്. ഐ ഡോണ്ട് നോ ഇത് ഏത് കോളാന്നുള്ളത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൾ, ഒന്നും പ്രോബ്ലം ഉള്ള കാര്യമില്ല. ഷെയർ കോൾ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഫൈനൽ കോൾ എന്ന് വിളിക്കാൻ പാടില്ല, ഫസ്റ്റ് കോൾ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, പ്രോബ്ലം ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പറയും മക്കളെ 2 ലാക്ക്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എൻട്രി ചെയ്യണം. അപ്ലൈ ചെയ്യുന്ന എൻട്രി എന്ന് പറഞ്ഞത് എന്താണ് പറയും മക്കളെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് എഴുതുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തുക? ബാങ്ക് എന്നല്ല എഴുതുക, നമ്മൾ എന്ത് ചെയ്തുക? ഈ ബോണസ് ഇവിടെ അപ്ലൈ. ഇതൊക്കെ ഇതേപോലെ തന്നെ ചിത്രം വച്ചാൽ നേരത്തെ പഠിപ്പിച്ചുള്ളത്. സോ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ, സോറി ഇക്വിറ്റി ഷെയർ കോൾ, ഇക്വിറ്റി ഷെയർ കോൾ അക്കൗണ്ട്. അത് ഏത് കോളാണ്? ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ, ഏത് കോൾ എന്ന് വെച്ചാൽ ആ കോള് ഒന്നും വിഷയമുള്ള കാര്യമല്ല. 2 ലാക്ക്.
സോ ദാറ്റ്സ് ഹൗ വി ഡു എന്ത് പറയും മക്കളെ, പോയിന്റ് നമ്പർ സി. ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ്. ഇത് മനസ്സിലാക്കാൻ പ്രീവിയസ് വീഡിയോസ് നമ്മൾ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഇല്ലസ്ട്രേഷൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിയറിറ്റിക്കൽ നോളജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, കോൺസെപ്ഷ്യൽ നോളജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ്റെ വീഡിയോസിലൊക്കെ അത് ഡീറ്റെയിൽ കവറേജ് ഉണ്ട്. സോ കാണാത്ത ആൾക്കാർ അവിടെ പോയിട്ട് കാണാം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടും അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് ഇതിവിടെ ഡൈജഷൻ എന്ത് ചെയ്യുക നടക്കുക. ഓക്കെ, സോ നമ്മൾ സി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്തയിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, നമുക്ക് അടുത്തയിലേക്ക് പോവാം. സോ നമുക്ക് നേരെ എന്ത് ചെയ്യുക, അടുത്ത പോയിന്റ്സിലേക്ക് വരാം. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പറയും മക്കളെ, സോറി 1 മിനിറ്റ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എ, ബി, സി ആണ്. ഡിയിലേക്ക് പോവാം. ടു റീ ഇഷ്യൂ ദ ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് 12 ഈച്ച് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഇവിടെ നമ്മൾ കുറച്ച് ഷെയർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 25,000 ഷെയർ. അതിൻ്റെ എൻട്രി നമ്മൾ ഇതാ ഇവിടെ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്. 25,000 ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ 25,000 ഷെയർ നമ്മൾ റീ ഇഷ്യൂ ആണ്. റീ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണ്, 12 രൂപക്കാണ് റീ ഇഷ്യൂ ആണ്. നല്ല കിഡിലനായിട്ടുള്ള ഒരു ഓഫർ തന്നെ ആയത്. കാരണം 25,000 ഷെയർ നമുക്ക് ഫോർഫീറ്റ് ചെയ്തിട്ട് അത് പിന്നെ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 12 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനി കിഡിലൻ കമ്പനിയാണ്, ഇഷ്യൂ ഒന്നും ഇല്ല. നമുക്ക് നേരെ റീ ഇഷ്യൂവിൻ്റെ എൻട്രി ചെയ്താൽ റീ ഇഷ്യൂവിൻ്റെ എൻട്രി ഇതിൻ്റെ ഫ്ലോയും ഇതൊക്കെ നമ്മളുടെ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ കവറേജ് ചെയ്തിട്ടുണ്ട്. സോ അത് മനസ്സിലായിരിക്കാണ് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ പറ്റുക. ഇതെല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇനഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എനിവേ, സോ നമ്മൾ റീഷ് ചെയ്യുമ്പോൾ സാധാരണ റീഷ് ചെയ്യുമ്പോൾ എൻട്രി, ഇപ്പൊക്കെ ഈ റീഷ് നമ്മൾ ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പോൾ പ്രീമിയത്തിൽ ഇവ എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് റീഷ് ചെയ്യുമ്പോൾ അവർ നമുക്ക് പൈസയാണ് തരുന്നത്. സോ നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ ബാങ്ക് കൂടും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്. സോ ഈ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക. അവിടെ ഇതൊക്കെ റിസീവ് ചെയ്യുക, ആ ഒരു ഇത് നമ്മൾ യൂസ് ചെയ്യുക നോർമലി. സോ ഇറ്റ് ഈസ് 25,000 ഇൻറ്റു പറയും മക്കളെ 12 റുപ്പീസ് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര പൈസ കിട്ടി പറയും മക്കളെ, 3 ലക്ഷം രൂപ കിട്ടി. ഓക്കെ അല്ലേ? ടു ഷെയർ ക്യാപിറ്റലിന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഫുള്ള് 25,000 12 എങ്ങോട്ട് പോകില്ല, ഷെയർ ക്യാപിറ്റലിലേക്ക് പോകില്ല. അപ്പോൾ എനിത്തിങ് എക്സ്ട്രാ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റഡ് ടു സെപ്പറേറ്റ് അക്കൗണ്ട് വിച്ച് ഇസ് കോൾഡ് എന്ത് പറയും മക്കളെ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ സാറേ 25,000 ഷെയറിൻ്റെ ഫേസ് വാല്യൂ വരെ എങ്ങോട്ട് പോകും, ക്യാപിറ്റലിലേക്ക്, വിച്ച് ഇസ് ഈക്വൽ ടു 2,50,000. പിന്നെ 25,000 ഷെയറിന് നമ്മൾ എക്സ്ട്രാ വാങ്ങുന്ന 2 രൂപ, അത് ക്രെഡിറ്റഡ് ടു പറയും മക്കളെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ദാറ്റ്സ് ഹൗ വി ഡു പോയിന്റ് നമ്പർ ഡി. പോയിന്റ് നമ്പർ ഡി ആക്ച്വലി കഴിയുന്നില്ല, കാരണം പോയിന്റ് നമ്പർ എയിൽ നമ്മൾ ഇവിടെ ഫോർഫീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ കിട്ടിക്കെടുക്കുന്നുണ്ട്. ഈ പൈസ നമുക്ക് റീഇഷ്യൂവിൻ്റെ പർപ്പസിൽ യൂസ് ചെയ്യാം. നമുക്ക് റീഇഷ്യൂ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഈ ഒരു എമൗണ്ട് നേരെ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, റൂളാണ്, റൂൾ ബേസ്ഡ് അക്കൗണ്ടിങ് ആണ്, ക്യാപിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ നമ്മളിവിടെ ഒരു എൻട്രിയും കൂടി നമ്മൾ എഴുതേണ്ടതുണ്ട്. സോ ആ എൻട്രിയിലേക്ക് പോവാം. ഇറ്റ് ഈസ് ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ഡെപ്റ്റ്. അപ്പോൾ ഈ എമൗണ്ട് എവിടെ നിന്ന് കിട്ടി, നമ്മളെ ഫസ്റ്റ് എൻട്രിയിലുണ്ട്. എത്ര എമൗണ്ട് നമുക്ക് കിട്ടിക്കെടുക്കുന്നത് പറയും മക്കളെ, 2,50,000. എത്ര, 2 ലാക്ക് അല്ലേ, നമ്മൾ ചെക്ക് ചെയ്യാം. 2 ലാക്ക് ഫുള്ളും ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ പ്രൊപ്പോർഷനലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 ലാക്ക്, കാരണം ഫുൾ ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ടു ക്യാപിറ്റൽ റിസർവ്, ഇവിടെ വീണ്ടും നമുക്ക് ക്യാപിറ്റൽ റിസർവ് കൂടുന്നുണ്ട് അല്ലേ, 2 ലാക്ക്. പെർഫെക്റ്റ്. സോ വി ഫിനിഷ്ഡ് പറയും മക്കളെ എ, ബി, സി ആൻഡ് ഡി. ശേഷം നമ്മളെ കമ്പനി ഒരു ടു പേ ഡിവിഡൻഡ് ഈക്വലൻ ടു 10% ഓൺ ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ബോണസ് ഷെയർ. ബോണസ് ഷെയറിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട് പറയും മക്കളെ, ഒരു ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 10% ഷെയർ ക്യാപിറ്റലിന് മേലെ ഒരു 10% എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം, ശ്രദ്ധിക്കാം. സോ ആ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എത്രയാണ് നമ്മളുടെ ഡിവിഡൻഡ് എന്നുള്ളത്. സോ നമുക്ക് 1 ബൈ 1 എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റർ എടുക്കുക, എൻ്റെ കൂടെ ഒരുമിച്ച് ചെയ്യുക, മനസ്സിലാവാത്ത എല്ലാവർക്കും മനസ്സിലായിക്കോളും. സോ നമുക്ക് നേരെ വന്നിട്ട് ഫസ്റ്റ് നമുക്കൊരു ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ട്. ഇവിടെ 22,50,000 ആണ് ക്യാപിറ്റൽ എമൗണ്ട് ഉള്ളത്. അതിൽ നമ്മൾ 2.5 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡിവിഡൻഡ് കിട്ടൂല. അപ്പോൾ ഈ 22,50,000 ഈ 2.5 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, 20 ലക്ഷമാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മൾ എഴുതിയില്ല, ജനറൽ എൻട്രി ഒന്ന് കടന്നു പോയാൽ മതി, ഇഷ്യൂ ഇല്ല, സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ അത് 2 ലക്ഷം മൈനസ് ചെയ്തിട്ടോ, ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് മൈനസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ജനറൽ എൻട്രിയിലേക്ക് വന്ന് ഇവിടെ വരുമ്പോൾ ഒരു ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. കാരണം 20 ലക്ഷത്തിന് തുല്യമായിട്ട് 10 ലക്ഷം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ബോണസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ലക്ഷം ആഡ് ചെയ്യാം. അപ്പോൾ എത്രയായി പറയും, 30 ലക്ഷമായി. നമ്മൾ നേരെ മുമ്പോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷെയർ ക്യാപിറ്റൽ ഉണ്ട്.
അതിന് മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അത് ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല, 1,00,000 ഇൻറ്റു 10ൽ 4 തന്ന 4,00,000 ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അവർക്കും ഡിവിഡൻഡ് കൊടുക്കണമല്ലോ, 4,00,000 ഉണ്ടല്ലോ. സോ പ്ലസ് ഒരു 4,00,000 കൂടി ഉണ്ട്, അപ്പോൾ 34,00,000ആയി. 34,00,000ആയി. പിന്നെ ഇതാ നമ്മളിതാ ഇവിടെ അവർക്ക് ഒരു 2,00,000 രൂപ അവർക്കും നമ്മൾ ബോണസ് ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറയും മക്കളെ ഒരു 2,00,000 കൂടിയായി. അങ്ങനെ 36,00,000 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണൽ എൻട്രി കണ്ടാൽ അറിയാം, ഒരു 25,000 ഷെയർ, ആ ഫോർഫിറ്റ് ഷെയർ പിന്നെ റീഷ്യൂ 2,00,000 കൂടി വന്ന്, അങ്ങനെ മൊത്തം എത്ര വന്ന് 2,50,000 കൂടി കൂട്ടി കഴിഞ്ഞാൽ 38,50,000 വരും. ഈ 38,50,000 മേലെ ഒരു 10% എന്ത് പറയും മക്കളെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3,85,000. 3,85,000. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരിക, ഡിവിഡൻഡിന്റെ കാൽക്കുലേഷൻ വരിക, എമൗണ്ട് വരിക. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിന്റെ ജേർണൽ എൻട്രി ചെയ്താൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി ചെയ്താണ്. ഇപ്പൊ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ആദ്യം പ്രോഫിറ്റോ റിസർവ്സ് ഒക്കെ എന്ത് ചെയ്യും പറയും മക്കളെ കുറയും. സോ 3,85,000 നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കുറയും, ഇവിടെ നമുക്കുള്ള പ്രോഫിറ്റ്സോ റിസർവ്സ് എന്ത് ചെയ്യും പറയും മക്കളെ കുറയും. ഇവിടെ നമുക്ക് P&L അക്കൗണ്ടിൽ ഏകദേശം 12.5 ലക്ഷം പ്രോഫിറ്റ്സ് ഉണ്ട്. സോ നമുക്ക് അതിന് ധൈര്യമായിട്ട് എടുക്കാം, അത്യാവശ്യം പ്രോഫിറ്റ്സ് ഉള്ള സ്ഥിതിക്ക്. പിന്നെ അതിലൊന്നും ക്ലാഷ് ഇല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, മിസ്റ്റേക്സ് ഒന്നും ഇല്ല, നല്ല ഭംഗിയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇലിസ്ട്രേഷൻ. എന്തായാലും സെയിമിന് പൊതുവെ ക്വസ്റ്റൻ എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് താഴെ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ആ ക്വസ്റ്റൻ കുറച്ചും കൂടി അതിൽ കുറച്ച് മിസ്റ്റേക്സ്, പക്ഷെ അതേപോലെ ഈ ക്വസ്റ്റൻ നല്ല ക്ലിയർ ഉള്ള ക്വസ്റ്റൻ ആണ്, ഒരു ഇഷ്യൂ പോലും ഇല്ല. സോ നമുക്ക് എഴുതി കൊടുക്കുക, പ്രോഫിറ്റ്സ് കുറയും ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ. ഇറ്റ്സ് എ P&L അക്കൗണ്ട് ഡെപ്റ്റ്. 3,85,000 രൂപ നമ്മൾ പ്രോഫിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും പ്രോഫിറ്റ്സ് പറയും മക്കളെ റെഡ്യൂസ് ആവും ടു എന്ത് പറയും മക്കളെ ഇക്വിറ്റി ഡിവിഡൻഡ്. ടു ഇക്വിറ്റി ഡിവിഡൻഡ് എത്ര, 3,85,000. ശേഷം നമ്മൾ ഈ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ത് ചെയ്യും, കാശായിട്ട് പേ ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ഡിവിഡൻഡ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് എത്ര പറയും മക്കളെ 3,85,000 ടു പേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങനെ എഴുതിയത്, അല്ലെങ്കിൽ ജസ്റ്റ് പ്രോഫിറ്റ്സ് മാറ്റി വെക്കുന്ന എൻട്രി മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ എഫ് ആണെങ്കിൽ ഡി ഒക്കെ ചെയ്യുന്നതാണല്ലേ, എഫ് എന്ന പോയിന്റ് നമുക്ക് ഇനി ചെയ്യാമല്ലോ. നമുക്ക് നേരെ അതിലേക്ക് വരാം. സോ ഐ ഹോപ്പ് യു ക്ലിയർലി അണ്ടർസ്റ്റുഡ് ദ പോയിന്റ്സ് ആർ എസ് ആർ. അടുത്ത പോയിന്റ് ഈ കഴിഞ്ഞു, എഫിലേക്ക് വരാം. ടു ഇഷ്യൂ റൈറ്റ് ഷെയർ ഇൻ ദ റേഷ്യോ ഓഫ് 1 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഫോർ എവറി 4 എക്സിസ്റ്റിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഹെൽഡ് അറ്റ് 15 പെർ ഷെയർ. അപ്പോൾ റൈറ്റ് ഇഷ്യൂവിന്റെ ഇഷ്യൂസോ ഗിമ്മിക്സോ ഒന്നും വിട്ടേക്ക്, റൈറ്റ് ഷെയർ തന്നെ വേർഡിന് വേണമെങ്കിൽ മറക്കാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഷെയർ 4 ഷെയറുള്ള ആൾക്കാർക്ക് ഒരു ഷെയർ. ഓക്കെ, ടു ഇഷ്യൂ റൈറ്റ് ഷെയർ ഇൻ ദ റേഷ്യോ ഓഫ് 1 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ഫോർ every 4 existing fully paid up share held. എല്ലാവർക്കും അല്ല, എല്ലാ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഉള്ള ആളുകൾക്കും 4 ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുള്ള ആളുകൾക്ക് ഒരു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് എല്ലാതും ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആണോ? അല്ല. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് എത്രയേ ഉള്ളൂ പറയും മക്കളെ, 2,25,000 ഷെയർസ് ആണ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയർസ് അല്ലേ. അതിൽ 4 ഷെയർ ഉള്ള ആൾക്ക് പറയും മക്കളെ ഒരു ഷെയർ. അപ്പൊ നമ്മൾ എത്ര ഷെയറാണ് കൊടുക്കുന്നത്, 56,250 ഷെയർ. ഒന്നും കൂടി കാണാം, 2,25,000 ആണ് ഫുള്ളി പെയ്ഡ് അപ്പ് ഉള്ളത്. മനസ്സിലായിട്ടുണ്ടാവും. ഈ 25 നമ്മൾ ലൈക്ക് ഫോർഫീഡ് ചെയ്തതിൽ പിന്നെ അത് ആഡ് ആയല്ലോ, അപ്പൊ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയില്ലേ. അപ്പൊ 2,25,000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 56,250 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അറ്റ് 15 പെർ ഷെയർ, 15 രൂപക്ക്. അതായത് 10 രൂപന്റെ ഷെയർ 15 രൂപക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒറ്റ കാര്യമുള്ളൂ, 56,250 ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന എൻട്രാണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ല. അത് റൈറ്റ് ഇഷ്യൂല് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. റൈറ്റ് ഇഷ്യൂല് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം, വേറെ ക്ലാസ്സിലായിട്ട്. എൻട്രി ചെയ്തതിന് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്. സോ ബാങ്കിലേക്ക് എത്ര കിട്ടുക, 56,250 ഇൻറ്റു 15 കിട്ടും, 8,43,750 ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമുക്കൊരു കാരണവശാലും ഫുള്ള് പൈസ ക്യാപിറ്റൽ ഇടാൻ പറ്റില്ല, അവിടെ എക്സ്ട്രാ വാങ്ങുന്ന പൈസ ക്രെഡിറ്റ് ചെയ്യണം സെക്യൂരിറ്റി സ്മിത്തിലേക്ക്. സോ 56,250 ഇൻറ്റു 10, 5,62,500 ക്യാപിറ്റലിലേക്കും 56,250 ഇൻറ്റു 5, 56,250 ഇൻറ്റു 5, 56,250 ഇൻറ്റു 5, 2,81,250 എങ്ങോട്ടും പ്രീമിയത്തിലേക്കും തട്ട്. That's how we do point number F. So very simple point actually. സോ അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് വരാം. ടു യൂസ് മിനിമം
ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബ്ലാ ബ്ലാ ബ്ലാ. ദാറ്റ്സ് ഹൗ വി ഡു എന്ന് പറയും മക്കളെ. ഇല്ലുസ്ട്രേഷൻ നമ്മൾ എല്ലാതും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റൻ ഓൾസോ എനിക്ക് ഇഷ്ടമായി പേഴ്സണലി. കാരണം പൊതുവേ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലോ CMA സ്റ്റഡി മെറ്റീരിയലോ അവർ ചെയ്തതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നമ്മളുടെ ഒരു ഓൺ വേയിലാണ് എപ്പോഴും എന്ത് ചെയ്യുക കാര്യങ്ങൾ ഡീൽ ചെയ്യുക. എപ്പോഴും സ്റ്റാൻഡർഡൈസ് ഫോമാറ്റിലാണ് എല്ലാ ഇല്ലുസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരൊന്ന് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഓർഡർ ചെയ്തത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വേണം. ഉള്ളത് നമ്മൾ ഉള്ളത് തന്നെ പറയും, കുറ്റാണെങ്കിൽ കുറ്റവും പറയും, വേറെ കാര്യം. ഓനിവേ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ചെയ്ത്. പിന്നെ ഡെവലപ്മെന്റ് റിസർവ് ഇഷ്യൂ, ഇക്വിറ്റി ഷെയർ ഫൈനൽ ക്യാപിറ്റൽ, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ, P&L അക്കൗണ്ട്. ഇവിടെ എന്തോ സംതിങ് ഉണ്ടല്ലോ. ലാസ്റ്റ് എൻട്രിയിൽ ഒരു ശ്രദ്ധ വേണം. ലാസ്റ്റ് എൻട്രിയിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയതാവാം, ചിലപ്പം എന്തെങ്കിലും പോയതാവാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാം. 1 മിനിറ്റ്. യെസ്, ഇവിടെ നമ്മളെ കയ്യിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ അവിടെ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ആൻസർ നമുക്ക് വന്ന് നമ്മൾ ആൻസർ ചെയ്തതല്ല. ഈ ഒരു ഫിഗർ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് നമ്മൾ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. കാരണം മിസ്റ്റേക്സ് ആർ ആക്സെപ്റ്റബിൾ. എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടാം, അല്ലെങ്കിൽ അതൊന്നും ചെയ്യുന്നില്ല, നേരെ അങ്ങനെ തന്നെ വരാം. ഇത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റി എന്താണെന്ന് കണക്ട് ചെയ്യാം. സോ ഇല്ലുസ്ട്രേഷൻ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ടു ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ ഇൻ ദ റേഷ്യോ ഓഫ് 1 ഫുള്ളി പെയ്ഡ് ഷെയർ ഫോർ എവറി 4 എക്സിസ്റ്റിംഗ് ഷെയർ എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സോ ഹിയർ വന്നിട്ട് നമുക്ക് മൊത്തം 2,25,000 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഉണ്ടായിരുന്നു. 2,25,000 കാരണം ആ ഫോർഫിറ്റ് ചെയ്ത് പിന്നെ റീഷോ ഫുള്ളി പെയ്ഡ് ആയി. അപ്പോൾ 2,25,000 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ലക്ഷം രൂപയുടെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ, 1 ലക്ഷം രൂപ അല്ല, 1 ലക്ഷം ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1 ലക്ഷം കൂടി കൂട്ടിയതിന് ശേഷം 3,25,000 ഷെയർ ആണ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഉള്ളത്. പിന്നെ ആ 1 ലക്ഷം ഇൻറ്റു 10ൽ 4 ഇല്ല, അത് ഫുള്ളി പെയ്ഡ് അല്ല, ഡിവൈഡ് ബൈ 4 ഷെയർ ഉള്ള ആളുകൾക്ക് ഒരു ഷെയർ. ഇത് പറഞ്ഞാൽ 81,250 എന്ത് പറയും മക്കളെ, ബോണസ് ഷെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. 81,250 ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് അവിടെ റെക്ടിഫൈ ചെയ്യണേ. നേരതാ ഇവിടെ വരുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് 56,250 അല്ല, നമുക്ക് വായിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാം, നോ പ്രോബ്ലം, അതൊന്നും വിഷയമുള്ള കാര്യമേ അല്ല. സോ ഹിയർ ഇറ്റ് ഈസ് 81,250. ഓക്കെ അല്ലേ, ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇവിടെ മാത്രം മാറ്റിയാൽ മതി ശരിക്കും അല്ലേ. ഓക്കെ, 81,250, 81,250. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, എമൗണ്ട്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, ഒരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ. ഓക്കെ, 81,250 ഇൻറ്റു 15, സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വന്നിട്ട് 12,18,750, 12,18,750. പിന്നെ 81,250 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 8,12,500. പിന്നെ 81,250 ഇൻറ്റു 5 is equal to 4,06,250. And that's how we do എന്ന് പറയും മക്കളെ ദിസ് ഇല്ലുസ്ട്രേഷൻ. വേറെ ആൻസർ ചെക്ക് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവും. സോ ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. Hope you clear everybody. So it's all about today's video. I hope you clearly understood. നമ്മളൊരു ബോണസ് ഇഷ്യൂ എന്നാണ് ചാപ്റ്ററുമായി സെർവ് ചെയ്യേണ്ട എല്ലാ ഡാറ്റാസും നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്, എല്ലാ കൈൻഡ് ഓഫ് ഇല്ലുസ്ട്രേഷൻ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. നമുക്ക് അടുത്തൊരു ഫ്രീ വീഡിയോ ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ.